CMRലിനും വീണയ്ക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ED അന്വേഷണത്തിന് സ്റ്റേ ഒന്നും ഡിവിഷൻ ബെഞ്ച് നൽകിയില്ല. അന്വേഷണം തുടരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വീണയിലേക്കൊക്കെ പോകാം. വീണ അറസ്റ്റിലാകുമോ, വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. കാരണം രഹസ്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ആരും സംസാരിക്കാത്ത, ആരും ചിന്തിക്കാത്ത, എന്നാൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ് കരിമണൽ കർത്തയുടെ ഡയറി. ആ ഡയറിയിൽ നിരവധി നേതാക്കളുടെ ഷോർട്ട് ഫോമിൽ അവരുടെ പേരുകളൊക്കെ ഉണ്ട്. കോടികളാണ് ഇവർക്കൊക്കെ നൽകിയിരിക്കുന്നത്. എന്തിനാണ് ഇവർക്ക് ഈ കോടികൾ നൽകിയത്? ഈ കോടികൾ നൽകിയത് ബ്ലാക്ക് മണിയാണോ, അത് ഒറിജിനൽ മണിയാണോ, ഇത് റെസീപ്റ്റ് ഉണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, വീണ മാത്രം ചിന്തിച്ചാൽ മതി. ഇതൊരു തെറ്റായ സമീപനമല്ലേ? ഇത് തെറ്റായ സമീപനം മാത്രമല്ല, ഇത് വൻ തരികിടയാണ്, ഉടായിപ്പാണ്. ഗൗതം ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ സന്തോഷമുണ്ട്. ഗൗതമെങ്കിലും ഈ ചോദ്യം ചോദിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഗൗതം ഈ ഒരു തവണത്തെ, അതായത് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് കണ്ടുപിടിച്ചത് 180 കോടിയോളം വരുന്ന ചെലവുകൾ വർദ്ധിപ്പിച്ച് കാണിച്ചതിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഗൗതം പറഞ്ഞ പോലെ ഇത് മറ്റേ ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻ അല്ല, ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷനാണ്. ആ ട്രാൻസാക്ഷനെ കുറിച്ച് തന്നെ 700 പേജുള്ള ഡയറിയിൽ ആളുകളുടെ പേരും ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട്. ചില പേജുകളിൽ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ മറ്റേ ചുരുക്കപ്പേരിൽ പോലും അല്ല, വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കണം. എന്ന് പറഞ്ഞാൽ ഏത് സാമാന്യ ബോധമുള്ള ആർക്കും കണ്ടാൽ ആരാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതി വെച്ചേക്കണം. അതിൽ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയൊക്കെ സമ്മതിച്ചു കഴിഞ്ഞു. VD സച്ചിനൊക്കെ ഏതാണ്ട് ഭാഗികമായി സമ്മതിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കാശ് മേടിച്ചിട്ടുണ്ട്, എനിക്കൊക്കെ അറിയാവുന്ന ആളാണ്, വൻ വ്യവസായിയാണെന്ന് പറഞ്ഞപ്പോൾ കാര്യം നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മാധ്യമങ്ങൾ ഒരിക്കലും ചോദിക്കില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? 16 കോടി രൂപയിലധികം മേടിച്ചേക്കണം മാധ്യമങ്ങളാണ്. പുന്നല ശ്രീകുമാർ കാശ് മേടിച്ചിട്ടുണ്ട്, വെള്ളാപ്പള്ളിയുടെ അച്ഛൻ കാശ് മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റേ പ്രകാശ് കാരാട്ട് വന്നപ്പോഴത്തേക്കും ചിലവിന് വേണ്ടി കാശ് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ആളുകൾ, എല്ലാ മതസംഘടനകളുടെയും നേതാക്കന്മാർ കാശ് മേടിച്ചിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ കാശ് മേടിച്ചിട്ടുണ്ട്, എല്ലാവരും മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ആരും പറയാത്തൊരു കാര്യം കൂടി ഗൗതമിനോട് ഞാൻ പറയാം. ഇത് 1 വർഷത്തെ കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ള വർഷങ്ങളിൽ എന്തായിരിക്കും? ഇത് 1 കൊല്ലത്തെ കാര്യമാണ്. ഇനി ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ, ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. അതില് കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഈ കരിമണൽ കർത്തയുടെ ഡയറിയിൽ ഉണ്ടെന്നാണല്ലോ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം. നിരവധി തവണ എത്ര ലക്ഷമാണ് അദ്ദേഹം വായിച്ചിരിക്കുന്നത്? 50 ലക്ഷം ഇത് ഒരുപാട് തവണ മേടിച്ചിട്ടുണ്ട്. എന്തിനാ? എല്ലാ മാസവും. എന്തിനാണത്? ഏതാ? വെറുതെ സംഭാവന പാർട്ടിക്കുള്ള. അല്ല, അതല്ല, അതിലൊന്നും അധാർമികതയില്ല. കാരണം സംഭാവന പാർട്ടിക്കുള്ള സംഭാവനയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാശ് മേടിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി മേടിച്ചേക്കണമെന്ന് പറഞ്ഞാണ്. പിന്നെ അതിലൊന്നും ഇനി ഞാൻ വേറൊരു കാര്യം ഗൗതത്തോട് ചോദിക്കട്ടെ. ഇതിലൊന്നും അധാർമികത നമ്മുടെ മാധ്യമങ്ങൾ കാണില്ല. ഒരു പാർട്ടി, ആ പാർട്ടിക്ക് എല്ലാ മാസവും, എല്ലാ 2 മാസം കൂടുമ്പോഴൊക്കെ തന്നെ 50 ലക്ഷം വീതം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതും ഇവിടെ കരിമണൽ അനധികൃതമായി ഖനനം ചെയ്യുന്നു എന്ന ആരോപണമുള്ളൊരു കമ്പനിയാണെങ്കിൽ അതിൽ തന്നെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമില്ലേ? പ്രത്യേകിച്ചും വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ മേടിക്കുന്നതിനൊരു കുഴപ്പമില്ലേ? നാളെ ഞാൻ പറയുന്നത്, ഇപ്പോൾ പിണറായി വിജയൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ്റെ കീഴിലുള്ള മറ്റേ CMR, KML അതുപോലെ തന്നെ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഈ കമ്പനികളിൽ നിന്ന് കറുത്ത ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്, KML നിന്നും ഇതിൽ നിന്നും. അപ്പോൾ KML പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നതിൽ പോലും ഒരു കുഴപ്പമില്ലേ? ഇല്ലേ? വളരെ ലളിതം. പിന്നെ ഇനി അടുത്ത ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയാമോ? രാഷ്ട്രീയ പാർട്ടികൾ ട്രാൻസ്പെറൻ്റായി വർക്ക് ചെയ്യുന്നവരാണല്ലോ. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാണിച്ച് ഈ പണം വന്നേക്കണം. കാണിക്കാൻ പറ്റൂല. എന്താ കാര്യം എന്നറിയോ? 40 കോടി രൂപ വരവ് വന്നത് കാണിച്ചിട്ടില്ലെന്നും അത് ക്യാഷായിട്ടാണ് കിട്ടിയതെന്നും അത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ്. ഇനി ഗൗതത്തിനോട് അടുത്തൊരു കാര്യം കൂടി പറയുമ്പോൾ ഗൗതത്തിന് കുറച്ചുകൂടി മനസ്സിലാവും. ഇവരുടെ മാക്സിമം വരുന്ന ടേൺ ഓവറും വലിയ വരുമാനവും കമ്പനിക്ക് വന്നേക്കണം എത്രയെന്നറിയാമോ? ഒരു തവണ 200 കോടി രൂപയിലധികം 2 കൊല്ലങ്ങളിൽ വന്നിട്ടുണ്ട്. 3-ാമത്തെ കൊല്ലം 404 കോടി രൂപ വന്നിട്ടുണ്ട്. 4-ാമത്തെ കൊല്ലം, അതായത് 2019 മുതൽ 2023 വരെയുള്ള കൊല്ലങ്ങളിലാണ് ഈ പറഞ്ഞത്. മൊത്തം എടുത്ത് ഈ 4 കൊല്ലത്തെയും കൂടി നോക്കിയാൽ 1200 കോടി വന്നിട്ടുള്ളൂ. പോട്ടെ, നമുക്കൊരു റഫ്ലി ഒരു കൊല്ലം കൂടി കൂട്ടിയിട്ട് 1600 കോടി എന്ന് വേണം കൂട്ടാം. ഈ 1600 കോടിയുള്ള ഒരു കമ്പനി എങ്ങനെയാണ് ഗൗതം 150 കോടി രൂപ ഇതുപോലെ സംഭാവന കൊടുക്കുന്നത്? എങ്ങനെ കൊടുക്കും? ഒരു കമ്പനിക്ക് മാക്സിമം വന്നൊരു 10-15% പ്രോഫിറ്റ് ഉണ്ടാവും. യഥാർത്ഥത്തിൽ അടുത്തൊരു കാര്യം കൂടി ഗൗതത്തിനോട് പറയാം. അതിൽ നിന്ന് 30 കോടി രൂപ ഇദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം മകനൊക്കെ തന്നെ സാലറി ആയിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റേ ഈ പറയുന്ന ഇതെല്ലാം കൂടാതെ കമ്പനി ലോസിലാണ്. ആ കമ്പനി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്?
100-150 കോടി രൂപ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടി ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും മാധ്യമങ്ങളുടെയും അജണ്ട അനുസരിച്ച് വീണ വിജയൻ ശരിയാണ്, അന്വേഷിക്കപ്പെട്ടെ, ശിക്ഷിക്കപ്പെട്ടെ, അത് മേടിച്ചതിൽ ഒരു ധാർമ്മികമായിട്ടുള്ള കുഴപ്പമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് ലീഗലി നിലനിൽക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം ലീഗലി നിലനിൽക്കാൻ പറ്റില്ല. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ബാക്കി മേടിച്ചേക്കണം. 130 കോടി എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. അതിൽ ബാക്കി മേടിച്ചേക്കണം 125 കോടി ആരാണ് മേടിച്ചത്? അതിൻ്റെ പുറത്ത് അന്വേഷണം വേണ്ടേ? കേരളത്തിലെ ഏറ്റവും വലിയ ടൈൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് വിളിക്കാവുന്ന CMRL, അതിൻ്റെ ഓണറുടെ കയ്യിൽ നിന്ന് ഇത്രത്തോളം പണം മേടിച്ചത് ആരാണ്? അവർ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തോട് നിങ്ങളുടെ ധാർമ്മികത എന്താണ് എന്ന് ചോദിക്കാനുള്ള അവകാശം ഈ ഏതെങ്കിലും ഒരു മാധ്യമം കാണിക്കുന്നുണ്ടോ? കാണിക്കൂല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ 16 കോടി രൂപ മേടിച്ച് ഞണ്ണിയേക്കണത് ഇവരൊക്കെയാണ്. അതായത് ഈ പിണറായി വിജയൻ മാത്രമാണ് അദ്ദേഹം കറപ്റ്റഡ് ആയിരിക്കാം, അദ്ദേഹം മാത്രമാണ് കറപ്റ്റഡ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് അത് ആര് പ്രചരിപ്പിച്ചാലും അത് തെറ്റാണോ? അല്ല, അത് പ്രചരിപ്പിക്കുക എന്നുള്ളതിന് ഇവർ വേറെയും കാശ് മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മാത്രം പ്രചരിപ്പിക്കാൻ പാടില്ല. ഇതിലിപ്പം എന്തിനാണ്, എനിക്ക് ഒരു സാധാരണക്കാരൻ എന്ന നിലയിലുള്ള സംശയമാണ്, കുഞ്ഞാലിക്കുട്ടിക്ക് എന്തിനാണ് ഇത്രയും ഇടക്കിടക്ക് ഈ CMRL പൈസ കൊടുത്തോണ്ടിരിക്കുന്നത്? ശരി, ഒരു തവണ കൊടുത്തത് പാർട്ടി സംഭാവനയായിരിക്കും. ഇത് 1, 2, 3 തവണയില്ല, നിരവധി തവണ. എന്താണ് ഇതിന്റെ ആവശ്യം? അല്ല, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അതിൽ ഇപ്പം വളരെ താത്വികമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി പറയാണ്, ആരും ചിരിക്കരുത് ഇത് കേട്ടിട്ട്, എനിക്ക് കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിക്കരുത്. കരിമണൽ കർത്തക്ക് മുസ്ലിം ലീഗ് വളരണമെന്ന് ഭയങ്കര ആഗ്രഹമായി. ശശിധരൻ കർത്തക്ക് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ നിലനിൽക്കണമെന്നും അവരെ അതിവേഗം വളരണമെന്നും വിചാരിച്ചിട്ട് പുള്ളിയുടെ കയ്യിലുള്ള കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാലോചിച്ച് നോക്ക്. ഇതാണ് ഇവർ പറയാൻ ന്യായീകരണം. അല്ലാതെ എന്ത് പറയും? ഒരൊറ്റ കാര്യമുള്ളൂ ഗൗതം ഇതിൻ്റെ പിന്നിൽ. 2004 ആദ്യമായിട്ട് സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കുന്നത് UDF ഗവൺമെൻറ്റാണ്. അത് 10 മാസമായിട്ട് ഖനനം ചെയ്തു. അതിനുശേഷം വലിയ പ്രതിഷേധം ഉയർന്നതിന് ശേഷം ഇത് ഒഴിവായി. ഇനി ആ സമയത്ത് VM സുധീരൻ നടത്തിയിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓപ്പണായി പുറത്തും പറഞ്ഞിട്ടുണ്ട്, അകത്തും പറഞ്ഞിട്ടുണ്ട്, നിലവിളിപ്പുണ്ട്. അദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും വെളുപ്പിന് രാവിലെ 6 മണി 7 മണിയാകുമ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടി പുള്ളിക്ക് വന്നിട്ട് എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കും, നമ്മുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. അന്ന് KPC പ്രസിഡന്റ് സുധീരൻ. അപ്പോൾ ഇദ്ദേഹം എത്ര നല്ല മനുഷ്യനാണ്, ഗംഭീരനാണല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കരിമണലിനെതിരെ ഈ പൊതുഖനനത്തിനെതിരെ സമരം ചെയ്യണം, സമരത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമല്ലേ? അതായത് വളരെ സിമ്പിളാണ് കാര്യം. മുസ്ലിം ലീഗിനെ പോലെ രാഷ്ട്രീയ പാർട്ടി വളരണമെന്ന് കരിമണൽ കർത്ത മറ്റേ മുസ്ലിം ലീഗ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അത് എനിക്ക് അങ്ങനെ വളരണമെന്ന് വിചാരിക്കുകയും കർത്ത വളരണമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ വിചാരിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ, സിമ്പിളാണ് ഇതിൻ്റെ കാര്യം. പിന്നെ രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ ഒട്ടും അഴിമതിക്കാരല്ലാത്ത ആളുകളും കൂടിയാണ്. അത് ഗൗതത്തിനറിയില്ലേ? ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു MP വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു MPക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയുന്നില്ല, എനിക്ക് വളരെ പരിചയമുള്ള ഒരാളായതുകൊണ്ട് പേര് പറയുന്നില്ല. ആ MP ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇന്നോവ കാറ് മേടിച്ചിട്ട് അപ്പം തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടാത്തതുകൊണ്ട് ഉടനെ തന്നെ വീണ്ടും അങ്ങോട്ട് റീപെയിൻറ്റ് ചെയ്യുകയാണ്. എത്ര രൂപ വരുമെന്ന് ഗൗതത്തിനറിയും? അപ്പോൾ അതേപോലെയൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളാണ് ഇവരെല്ലാവരും. പുറമേ വന്നിട്ട് ഇതുപോലെയുള്ള പല തരികിട നമ്പറുകളൊക്കെ പറയും. ഇത് യാഥാർത്ഥ്യം ജനം മനസ്സിലാക്കണം. ജനം മനസ്സിലാക്കാൻ ജനത്തിനും ചില ഈ പറയുന്ന പോലെ ജനവും വിഭജിച്ചിരിക്കണേണ്. അതായത് ഒരു സൈഡിലേ ഉള്ളൂ. ഒന്ന് കുറേ പേര് പിണറായിനെ കുറ്റം പറയാൻ, കുറേ പേര് മറ്റേ പേര് ഭയങ്കര നല്ല ആളുകളാണെന്ന് പറയാൻ വേണ്ടിയിരിക്കുകയാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഈ ചോദ്യം ചോദിക്കേണ്ട ചോദ്യമാണ്, എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണയുടെ കമ്പനിക്ക് ഈ പൈസ ലഭിച്ചത്? അതുപോലെ തന്നെ പ്രസക്തമായ ചോദ്യമാണ്, എന്ത് സേവനത്തിന്റെ അല്ലെങ്കിൽ എന്തിന്റെ കൂറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡയറിയിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ പണം നൽകിയത്? 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, നിരവധി തവണ. എന്ത് സേവനമാണ് നൽകിയത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. കാരണം സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാം, സംഭാവന കൊടുക്കാം. മറ്റേ വീണയോട് നമുക്ക് ചോദ്യം ചോദിക്കാം, എന്ത് സേവനമാണെന്ന് ചോദിക്കാം. കാരണം അതൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സേവനം നൽകുമെന്ന് വെച്ചിട്ടാണ്. ഇനി ഗൗതത്തിനോട് ഞാൻ വേറൊരു തമാശ കൂടി പറയും. സത്യത്തിൽ വീണ എന്തുകൊണ്ടാണ് വന്ന് ഇത് ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 2019 മുതൽ 26 വരെ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ വിജയൻ എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും വന്നൊരു വിശദീകരണം നൽകാത്തത്? എന്തുകൊണ്ടാണെന്ന് ഗൗതത്തിനറിയോ? കേരളീയ സമൂഹത്തിന് ആ വിശദീകരണം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ പല യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളാൻ നമ്മുടെ അടുത്ത് ജനത്തിന് ഇപ്പോഴും കഴിയില്ല.
ഞാൻ വളരെ ലളിതമായിട്ട്, ഞാനിപ്പോൾ ആ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല, അത് പോട്ടെ. ഞാൻ പറഞ്ഞ വേറൊരു കാര്യം ഞാൻ ഗൗതത്തിനോട് ചോദിക്കാം. എന്തുകൊണ്ടാണ് ജനം പോലും ഇത് ചിന്തിക്കാത്തത്? ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കരിമണൽ കർത്ത എന്ന് പറയുന്ന ഒരാൾ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ കയ്യിൽ നിന്നും 130 കോടി രൂപയോളം സംഭാവനയായി കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു അസ്വാഭാവികതയില്ല? തീർച്ചയായിട്ടും അസ്വാഭാവികത ഇല്ലേ? നിങ്ങൾ ചിന്തിക്കൂ, അസ്വാഭാവികത ഇല്ലേ? പക്ഷേ അതൊന്നും ചർച്ചയല്ല. ആ ചർച്ച ഒരൊറ്റ തവണ കൊണ്ടാകാൻ തീർന്നു. ഏത്? രമേശ് ചെന്നിത്തല ഞാൻ പണം മേടിച്ചു പാർട്ടിക്ക് വേണ്ടിയാണ്. ഈ പാർട്ടി ആർക്ക് വേണ്ടിയാണ്? പാർട്ടി ആർക്ക് വേണ്ടിയാണ്? ജനത്തിന് വേണ്ടി. അപ്പം ജനത്തിന് വേണ്ടി നിൽക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടി ഈ പണം മേടിക്കുന്നുണ്ടെങ്കിൽ അത് മേടിക്കുന്നത് ആരുടെ കയ്യിലെന്നാണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ കേരളത്തിലുള്ള എല്ലാ ഈ അരിയാഹാരം കഴിക്കുന്ന മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാ മനുഷ്യനും അറിയാമല്ലോ. ഒരാൾക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലാതെ, ഒരു താല്പര്യവുമില്ലാതെ കൂടി എന്നാൽ 1 ലക്ഷം രൂപ കൊടുക്കും, 2 ലക്ഷം രൂപ കൊടുക്കും, പോട്ടെ 5 ലക്ഷം രൂപ കൊടുക്കും. അല്ലാതെ 240 കോടിയും 300 കോടിയും 400 കോടിയും മാത്രം ടേൺ ഓവറുള്ള ഒരു കമ്പനി, നിങ്ങളൊന്ന് ആലോചിക്കണം. 400 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനി 100 കോടി രൂപ സംഭാവന കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? ഈ കേട്ടിരിക്കുന്ന പ്രേക്ഷകരോട് എല്ലാവരും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 40 ലക്ഷം രൂപ വരുമാനമുണ്ട് എന്ന് പറയുന്ന ആള് നിങ്ങൾ അതിൽ നിന്ന് 20 ലക്ഷം രൂപ സംഭാവന കൊടുക്കുക? എന്തി പറഞ്ഞ വേണ്ട, 4 ഭാഗം സംഭാവന കൊടുക്കണേ, 4 ഭാഗം സംഭാവന കൊടുക്കുക. ഗൗതത്തിന് 20,000 രൂപ ശമ്പളം കിട്ടുന്നു, ഗൗതം 5,000 രൂപ സംഭാവന കൊടുക്കുക ആർക്കെങ്കിലും? എന്തിവർ പറയണത്? പക്ഷെ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ എന്ത് ചെയ്യില്ല, ചർച്ച ചെയ്യില്ല. ചർച്ച ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ 16 കോടി രൂപ ഇവരും മേടിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ നടന്നു പോവാണ്. മുഴുവൻ സത്യമൊന്നും പറയേണ്ടതല്ല. നമുക്ക് ആരെയാണോ വീഴ്ത്തേണ്ടത് അവരുടെ നേരെ മാത്രം മറ്റേ എന്ത് ചെയ്യുക, കുന്തവന് മാത്രം ടാർഗറ്റ് ചെയ്യുക, മറ്റത് മിണ്ടാതിരിക്കുക. മറ്റത് ഒരൊറ്റ തവണ പറഞ്ഞുള്ളൂ. അതും വേറൊരു കാര്യം, ഒരു കാര്യം കൂടി ഞാൻ ഗൗതത്തിനോട് ഇനി വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. മുഖ്യമന്ത്രിയുടെ പേരുണ്ട് അതിനകത്ത്, നിരവധി ആളുകളുടെ പേരുണ്ട്. ഈ നേതാക്കന്മാരെല്ലാം പത്രസമ്മേളനം വിളിക്കുമ്പോൾ എന്താണ് ഒരു മാധ്യമപ്രവർത്തകൻ പോലും ഇത് ചോദിക്കാത്തത്? വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. എന്തുകൊണ്ടാണ് ഒരാൾ പോലും ചോദിക്കാത്തത്? ചോദ്യമില്ല, ഉത്തരവില്ല. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഒന്നും തോന്നരുത്, ഇതൊക്കെ ഒരു പൊറാട്ട് നാടകമാണ്. ആ നാടകത്തിൽ നമ്മളും എന്ത് ചെയ്യുന്നു, മറ്റേ ഫുട്ബോൾ കളിക്കൊക്കെ മറ്റേ ഫുട്ബോൾ കളിക്കൊക്കെ മറ്റേ സോങ് ഉണ്ടല്ലോ, മറ്റേ വേൾഡ് കപ്പിനൊക്കെ മറ്റേ സോങ് ഇല്ലേ, അതുപോലെ മറ്റേ പെൺകുട്ടികൾ വന്ന് മറ്റേ ഇത് കാണിക്കില്ലേ, അതുപോലെ കാണിക്കുന്ന ആളുകളാണ് മീഡിയകളും. വേറെ വ്യത്യാസമൊന്നുമില്ല അതിനകത്ത്. അതുപോലെ കാണിച്ചിട്ട് പോകുന്ന ആളുകളാണ്. എല്ലാ രാഷ്ട്രീയക്കാരും അപ്പം കറപ്റ്റഡ് ആണെന്നാണ് സാർ പറയുന്നത്. ഞാൻ തിരിച്ചൊരു കാര്യം കൂടി, ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരും കറപ്റ്റഡ് ആണെന്നുള്ള ഞാൻ പറഞ്ഞത് ആണോ അല്ലേ എന്നുള്ള ചോദ്യമെങ്കിലും വരണ്ടേ. ഞാൻ പറഞ്ഞ ആണോ അല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, കാരണം അവരുടെ മറുപടി കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ ചോദിക്കുന്നത് ആണോ അല്ലേ എന്നുള്ള ചോദ്യം വരണ്ടേ ഗൗതം? അല്ല, സാർ ഇപ്പൊ പങ്കുവെക്കുന്ന ആശയം എന്താണ്? നിങ്ങൾ എന്തിനാണ് വീണയെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? ആളുകൾ അപ്പം വീണ മാത്രമല്ല ഇവരെല്ലാവരും കറക്റ്റഡ് ആണെന്നല്ലേ? ഞാൻ അല്ല, നമ്മളൊരു സംശയത്തിന് ആനുകൂല്യം തൽക്കാലം അവർക്ക് കൊടുക്കുന്ന ഞാൻ പറയണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു മറുപടി കൂടി കേൾക്കട്ടെ. ഇത് ഞങ്ങൾ ഇന്ന കാര്യത്തിനാണ് ഈ സംഭാവന മേടിച്ചത്, ഞങ്ങൾ മറ്റേ 5 ലക്ഷം പേർക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, 50 ലക്ഷം മേടിച്ചു എന്ന് പറയട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചേക്കണം. അതിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു കാര്യം, ഇനി ഇവർ കറപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് രണ്ടാമത് ചർച്ചയ്ക്ക് എടുക്കാം, എനിക്ക് പറയാൻ വേണ്ടി പേടിയുണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് ചോദിക്കാത്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ? ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ പോലും നിങ്ങളത് ചോദിക്കാത്ത എന്തുകൊണ്ടാണ്? ഒന്ന്, താങ്കൾ പറയാൻ പഠിക്കുന്നത് പോലെ തന്നെ മാധ്യമങ്ങൾ ഞാൻ പറയാൻ പഠിക്കുന്നില്ല. കാരണം പഠിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നാളെ അവരെല്ലാവരും അഴിമതിക്കാരാണെന്ന് പറയാൻ എൻ്റെ കയ്യിൽ പ്രൂഫില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അഴിമതിയുടെ സാധ്യതകൾ അവിടെ തുറന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം, അത് ചോദിക്കാൻ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആരും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അത് ഗൗതം കേട്ടോ. ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന മറ്റേ ധാർമ്മികത മുറ്റി നിൽക്കുന്ന വലിയ നിരീക്ഷകരുണ്ടല്ലോ, പേരൊന്നും പറയുന്നില്ല. ഇനി യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന വലിയ ആളുകൾ പോലും ഉണ്ടല്ലോ, അവരടക്കമുള്ള ആളുകൾ എന്താ ഈ ചോദ്യം ചോദിക്കാത്തത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗൗതം പറഞ്ഞ പോലെ ഇവരെ ഒക്കെ ഈ കാശ് മേടിച്ചിട്ടുണ്ട്, ഇവരൊക്കെ അഴിമതിക്കാരാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തിയില്ല, എനിക്ക് പേടിയുണ്ടെന്ന് ഗൗതം പറഞ്ഞു. ആയിക്കോ, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ചോദിക്കാത്തതെന്ന് പോലും ഞാൻ പറയുന്നില്ല. എൻ്റെ ചോദ്യത്തിനുള്ളൂ, ആ ചോദ്യമെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കണം. നിങ്ങൾ ഈ പണം എന്തിനു വേണ്ടി മേടിച്ചു? അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് പറഞ്ഞു ഞാൻ പാർട്ടിക്ക് വേണ്ടി മേടിച്ചു. രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ പാർട്ടിക്ക് വേണ്ടി മേടിച്ചു. ശരി, പാർട്ടിക്ക് വേണ്ടി മേടിച്ച അക്കൗണ്ട് അവിടെ ഒന്ന് കാണിക്കും.
ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി പാർട്ടിക്ക് വേണ്ടി മേടിച്ചെങ്കിൽ തന്നെ നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ, നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ കരിമണൽ അനധികൃതമായി ഖനനം ചെയ്യുന്നുവെന്ന് വലിയ തോതിൽ KPC പ്രസിഡന്റ് സുധീരനടക്കം ആരോപണം ഉന്നയിച്ചുള്ള ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ മേടിക്കുന്നത് ധാർമ്മികതക്ക് നിരക്കുന്നതാണോ ചോദിക്കണ്ടേ? ആ ചോദ്യം ചോദിച്ചാൽ മതി. എനിക്ക് ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്നോട്ടെ. ഞാനിപ്പോൾ തുറന്നു പറഞ്ഞ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് പേടിയുണ്ടായിട്ടില്ല. ഞാൻ കരിമണൽ കർത്ത പോലും എന്തെങ്കിലും കൊള്ള നടത്തി അല്ലെങ്കിൽ വൃത്തിയുടെ നടത്തിയെന്ന് ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയാത്തതാണ്. പക്ഷെ എൻ്റെ ചോദ്യം ഒരൊറ്റ സിമ്പിൾ ചോദ്യമുണ്ട്. ടെയിൻഡഡ് എന്ന് സമൂഹം വിളിക്കപ്പെടുന്ന ഒരു കമ്പനി, തീർച്ചയായിട്ടും അല്ലേ, ആ CMRൽ നിന്ന് ഇത്തരം സംഭാവന വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള വശവശക ഉണ്ടാകുമെന്ന് സാമാന്യം നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണല്ലോ. അതെ. അപ്പൊ അങ്ങനെ വാങ്ങിച്ച പണം എവിടെ, ഏത് അക്കൗണ്ടിൽ? ഒരു കാര്യം തീർച്ചയായിട്ടും അല്ല, ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഇനി അടുത്തൊരു കാര്യം, ഇനി വേറൊരു തമാശ കൂടി പറയാം. ഈ ഫാരിസ് അബൂബക്കർ എന്ത് ചെയ്തല്ലോ, ഒരു തവണ പ്രശ്നം ഉണ്ടായപ്പോഴും അതിന് തൊട്ട് മുമ്പ് പണ്ട് ഇത്രയൊന്നും വളരാത്ത സാന്റിയാഗോ മാർട്ടിൻ്റെ ദേശാഭിമാനി ബോണ്ട് മേടിച്ചിരുന്നു 2 കോടി രൂപ. ഓർക്കണ്ടോ അതിന്? അന്ന് EP ജയരാജനായിരുന്നു എൻ്റെ മാനേജർ. മാധ്യമങ്ങളൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കുകയും ബോണ്ടായി മേടിച്ച തുകയാണെന്ന് ആലോചിക്കണം. CPM വരെ ബ്ലാക്ക് മണിയായിട്ട് ടേബിളിലടി കൂടി ഇങ്ങ് മേടിച്ചല്ല, ബോണ്ടായി മേടിച്ച തുകയാണ്. അത് ഇത്ര കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം, പലിശ കൊണ്ടുവരും എന്നുള്ളതൊക്കെ മേടിച്ച തുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് വേറെ പല ഉദ്ദേശങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനെ ബോണ്ടായി മേടിച്ച തുക വലിയ വിവാദമുണ്ടാകുകയും അത് തിരിച്ചു കൊടുക്കുകയും ചെയ്താണ്. ഞാൻ പറയുന്നത് ശരി. അതേപോലെയുള്ളൊരു നീതി, അതേപോലെയുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഉണ്ടാകാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ള ഗൗതം, ഈ 16 കോടി രൂപ മേടിച്ച് വിഴുങ്ങിയതിൽ നമ്മുടെ മാധ്യമങ്ങളുണ്ട്, കൂടാതെ ചില നിഷ്പക്ഷ നിരീക്ഷകരുണ്ട്. അത്തരത്തിലുള്ള ആളുകളുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ പോലും ഇവരെന്ത് ചെയ്തത്. പണ്ട് നമ്മുടെ ഈ തൃപ്പൂണിത്തുറയുള്ള രവീന്ദ്രൻ നടനുണ്ട്, അറിയോ? ഐ എം എ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ ഡാൻസ് കളിച്ചാൽ അതേപോലെ ഡിസ്കോ ഡാൻസ് കളിച്ചിട്ട് നേരെ വീട്ടിൽ പോവാണ്. ആ ഷോയായിട്ട് മാത്രം ചാനലുകളെ ചർച്ചയും ഈ പറയുന്ന ധാർമ്മിക രോഷത്തെയൊക്കെ കൊണ്ട് വീണ ചെയ്തത് നീതീകരിക്കപ്പെടുന്നില്ല. നമ്മൾ പറഞ്ഞില്ലല്ലോ നീതീകരിക്കണമെന്ന്. വീണയുടെ വിശദീകരണം പറ്റേ സർവീസ് എന്താണെന്നുള്ളത് എന്താണ് ഇപ്പൊ ഡിവിഷണൽ ബെഞ്ച് EDയോട് അന്വേഷണം തുടരാനായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റേ ഇല്ല. അപ്പം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കാം, ഒരുപക്ഷെ അത് അറസ്റ്റിലേക്ക് കിടക്കാം, എന്തും സംഭവിക്കാം. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി പറയാതെ പറ്റില്ല. ഇപ്പം ആ ഹർജികളുമായിട്ടൊക്കെ പോകുന്നത് CMRലാണ്. ഇതിൻ്റെ പ്രധാന അന്വേഷണത്തിൻ്റെ കുന്തമുനയും എന്ന് പറയുന്നത് ശശിധരൻ കർത്തയാണ്, CMRലാണ്. അതുകൊണ്ട് അവർക്കെതിരെയുള്ള അന്വേഷണം അവർ ഹർജിയുമായിട്ട് പോകുന്നുണ്ട്. ഹർജിയൊന്നും നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തട്ടെ എന്ന് തന്നെ വിചാരിക്കും. വീണയെ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യട്ടെ, സത്യം തെളിയിക്കട്ടെ, അതിനൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, നീതി എന്ന് പറയുന്നതും ധാർമ്മികത എന്ന് പറയുന്നതും ഏതെങ്കിലും ഒരു ആളുകളുടെ നേരെ മാത്രം ചൂണ്ടേണ്ട വിരലല്ല, അത് എല്ലാവരുടെ നേരെയും ചൂണ്ടേണ്ട വിരലാണ്.